ഹായ്, നമ്മളിത് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് പ്രിൻസിപ്പിൾസ് ഓഫ് ഗൈഡൻസ് എന്ന് പറയാം. അതായത് ഗൈഡൻസ് കൗൺസിലിംഗ് കൊടുക്കേണ്ടതിൻ്റെ ചില നിബന്ധനകളാണ്, അല്ലെങ്കിൽ എന്തുകൊണ്ട് കൊടുക്കണം എന്നുള്ളതിനെക്കുറിച്ചാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. 10 കാര്യങ്ങളാണ് നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളത്. ആദ്യത്തെ, കൗൺസിലിംഗ് എന്ന് പറയുന്നത് ഒരു ലൈഫ് ലോങ് പ്രോസസ്സാണ്. അതായത് ഏതെങ്കിലും ഒരു പർട്ടിക്കുലർ പോയിന്റിൽ മാത്രം നമ്മൾ കൗൺസിലിംഗ് കൊടുത്ത് നിർത്തേണ്ടതല്ല. നമ്മളെപ്പോഴും പറയും പ്രിവെൻഷൻ ഈസ് ബെറ്റർ ദാൻ ക്യൂർ. ഒരു പ്രശ്നം വരുമ്പോൾ മാത്രം കൊടുക്കേണ്ട ഒന്നല്ല ഗൈഡൻസ്. പലപ്പോഴും പ്രശ്നം വരാതിരിക്കാൻ വേണ്ടി നമുക്ക് എന്ത് ചെയ്യാൻ പറ്റണം? കുട്ടികളെ ഗൈഡ് ചെയ്യാൻ പറ്റണം. സോ ജനനം മുതൽ മരണം വരെ ഏതൊരു വ്യക്തിക്കും കൂടുതൽ എക്സ്പീരിയൻസ് ആളിൽ നിന്ന് ഒരു ഗൈഡൻസ് ആവശ്യമായിട്ട് വരും. സോ ഗൈഡൻസിൻ്റെ ആദ്യ പ്രിൻസിപ്പിളാണ് ഇറ്റ് ഈസ് എ ലൈഫ് ലോങ് പ്രോസസ്സ്. രണ്ടാമത്തെ പ്രിൻസിപ്പിൾ എന്ന് പറയുന്നത് പ്രിൻസിപ്പിൾ ഓഫ് ഇൻഡിവിജ്വലൈസേഷനാണ്. അതായത് നമുക്ക് ഈ കൗൺസിലിങ്ങിലുള്ള അല്ലെങ്കിൽ ഗൈഡൻസിലുള്ള ടൂളുകൾ എല്ലാം തന്നെ എല്ലാ വ്യക്തികളിലും ഒരേപോലെ അപ്ലിക്കബിൾ അല്ല. നമ്മൾ പ്രശ്നം മനസ്സിലാക്കി അല്ലെങ്കിൽ ഒരു കുട്ടിയുടെ അല്ലെങ്കിൽ നമ്മുടെ മുന്നിലുള്ള വ്യക്തിയുടെ ആവശ്യം അനുസരിച്ചിട്ട് നമുക്കതിൽ ചില കസ്റ്റമൈസേഷൻ വരുത്താൻ പറ്റണം. അല്ലാതെ ഒരിക്കലും ഒരു ടൂള് എല്ലായിടത്തും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, ഫിറ്റ് ചെയ്യാൻ പറ്റില്ല. സോ ഒരു പ്രശ്നം മനസ്സിലാക്കി അതിൻ്റെ ആഘാതം മനസ്സിലാക്കി ചിലപ്പോൾ ചെറിയൊരു ഗൈഡൻസ് മാത്രം മതിയാവാം. ചിലപ്പോൾ ഏതെങ്കിലുമൊക്കെ സൈക്കോമെട്രിക് ടെസ്റ്റുകളിലേക്ക് നമ്മൾ കൊണ്ടുകൊണ്ടേക്കാം. ഈവൻ ചില സമയത്ത് സൈക്കോ തെറാപ്പി വരെ ചിലപ്പോൾ വേണ്ടി വന്നേക്കാം. സോ അതിനനുസരിച്ചിട്ടുള്ള ടൂളുകൾ നമ്മൾ ഇൻഡിവിജ്വലൈസേഷൻ വെച്ച് മോഡിഫൈ ചെയ്യുക, ആളുകളിലേക്ക് നമ്മൾ അപ്ലൈ ചെയ്യുക. ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു ടൂളായിട്ട് നിങ്ങൾക്ക് കൺസിഡർ ചെയ്യാവുന്നതാണ്. മൂന്നാമത്തെ പ്രിൻസിപ്പിൾ എന്ന് പറയുന്നത് പ്രിൻസിപ്പിൾ ഓഫ് സെൽഫ് റിലയൻസ് ആൻഡ് സെൽഫ് ഡിറക്ഷൻ. അത് ഏതൊരു വ്യക്തിയും നമ്മൾ ആര് എന്ത് പറഞ്ഞാലും സ്വന്തമായിട്ടുള്ള തീരുമാനങ്ങളുമായിട്ടാണ് പലപ്പോഴും മുന്നോട്ട് പോവുക. നമുക്ക് പലപ്പോഴും നമ്മുടെ പ്രസൻസിൽ അവരെ ഇൻഫ്ലുവൻസ് ചെയ്യാൻ പറ്റുമെന്ന് തോന്നുമെങ്കിലും അവരെടുക്കുന്ന തീരുമാനങ്ങൾ പലപ്പോഴും ഒരു സെൽഫ് റിലയൻസ് അതല്ലെങ്കിൽ അവരുടെ ഒരു സെൽഫ് ഡിസിഷനെ ബേസ് ചെയ്തിട്ടായിരിക്കും ഒരു ഡിറക്ഷൻ അവർ സെറ്റ് ചെയ്യുന്നുണ്ടാവുക. സോ നമ്മൾ ഗൈഡ് ചെയ്യുന്ന സമയത്ത് ഒരിക്കലും ഫോഴ്സ്ഫുള്ളി നിങ്ങളിത് ചെയ്യണം, ഇത് ചെയ്യുന്നതാണ് ഏറ്റവും ബെസ്റ്റ്, അതൊരിക്കലും ചെയ്യരുത് എന്ന രീതിയിൽ നമ്മൾ സ്റ്റിക്ക് ഓൺ ചെയ്ത് പറയാതെ നമുക്ക് പറയാം ഇന്ന ഓപ്ഷൻസൊക്കെ ഉണ്ട്, ഇന്നതെടുത്തു കഴിഞ്ഞാൽ ഇന്ന മെച്ചമുണ്ട്, ഇന്ന ആൾ ഇന്നത് ചെയ്തിട്ടുണ്ട്, അതിലിങ്ങനെ വിജയം വന്നിട്ടുണ്ട്, ഇതിലിങ്ങനെ പരാജയ സാധ്യതയുണ്ട്, പക്ഷേ ഇതിനും ഇങ്ങനെ പോസിബിലിറ്റി ഉണ്ട്. ഇങ്ങനെ ഒരിക്കലും നമ്മളൊരു ഓപ്പൺ എൻഡ് ക്വസ്റ്റ്യൻ പോലെ അയാൾക്ക് നമുക്കൊരു കോൺഫിഡൻസ് കൊടുക്കാൻ പറ്റും. ബിക്കോസ് ഡിസിഷൻ വരേണ്ടത് എപ്പോഴും നമ്മുടെ മുന്നിലിരിക്കുന്ന ഗൈഡൻസ് ചോദിച്ചു വന്ന ആളിൽ നിന്നായിരിക്കണം. ഒരിക്കലും നമ്മൾ അവരെ പാടില്ല ഫോഴ്സ് ചെയ്ത് ഒരു പർട്ടിക്കുലർ ഓപ്ഷനിലേക്ക് ഫോഴ്സ് ചെയ്യാൻ പാടില്ല. നാലാമത്തെ പ്രിൻസിപ്പിൾ എന്ന് പറയുന്നത് പ്രിൻസിപ്പിൾ ഓഫ് കോ ഓപ്പറേഷനാണ്. അതായത് ഗൈഡൻസ് സീക്കറും ഗൈഡൻസ് ഗിവറും തമ്മിൽ നല്ലൊരു കെമിസ്ട്രി വേണം. അതായത് ഞാൻ ഈ ഒരു ഗൈഡൻസ് കൊടുക്കുന്ന ഒരു വ്യക്തിയുമായിട്ട് നല്ലൊരു കോപ്പറേഷനിലാണ് പോകുന്നതെങ്കിൽ മാത്രമാണ് ഞാൻ കൊടുക്കുന്ന കാര്യങ്ങൾ അയാൾ സ്വീകരിക്കുകയുള്ളൂ, അതല്ലെങ്കിൽ അതിനൊരു വാല്യൂ കൽപ്പിക്കുകയുള്ളൂ. തിരിച്ചും അങ്ങനെ തന്നെയാണ്. അപ്പം ഈ ഗൈഡൻസ് സീക്കർ പലപ്പോഴും നല്ലൊരു ലിസണറായിരിക്കും, നമ്മൾ പറയുന്നതൊക്കെ തലമൂളി കേൾക്കുമായിരിക്കും. പക്ഷേ കൃത്യമായിട്ട് തിരിച്ചിങ്ങോട്ടും അയാൾക്കൊരു പറയാനുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് കേൾക്കാൻ സന്നദ്ധയുണ്ടെങ്കിൽ മാത്രമാണ് ഒരു കോപ്പറേഷൻ അവിടെ വർക്കൗട്ട് ആവുകയുള്ളൂ. സോ ഒരിക്കലും ഈ പരസ്പരം നമ്മൾ പറയും പരസ്പരം രോഗിയും അതുപോലെ തന്നെ ഡോക്ടറും നല്ലൊരു കോപ്പറേഷനിലായിരിക്കണം എന്ന് പറയുന്ന പോലെ തന്നെ ഈ ഗൈഡൻസ് പ്രൊവൈഡറും അതുപോലെ തന്നെ ഗൈഡൻസ് സീക്കറും തമ്മിൽ നല്ലൊരു കോപ്പറേഷൻ ഉണ്ടെങ്കിൽ മാത്രമാണ് ഗൈഡൻസിന് അതിൻ്റേതായിട്ടുള്ള ഒരു റിസൾട്ട് നമുക്ക് പ്രൊവൈഡ് ചെയ്യാൻ പറ്റുകയുള്ളൂ. അഞ്ചാമത്തെ പ്രിൻസിപ്പിൾ എന്ന് പറയുന്നത് പ്രിൻസിപ്പിൾ ഓഫ് ഓൾ. അതായത് ഈ ഗൈഡൻസ് എന്ന് പറയുന്നത് എല്ലാവർക്കും പറ്റും. നമ്മൾ പലപ്പോഴും വിചാരിച്ചു വെച്ചിരിക്കുന്നത് എന്തെങ്കിലുമൊക്കെ പ്രശ്നം ഉണ്ടാക്കുന്ന കുട്ടിയെ ഒരു മാൾ അഡ്ജസ്റ്റ്മെൻറ്റ് കാണിക്കുന്ന കുട്ടിക്കുള്ള ഒരു പ്രോസസ്സാണ് ഗൈഡൻസ് എന്നാണ്. അങ്ങനെയല്ല. നമുക്കറിയാം ചിലപ്പോൾ ഇൻ്റലക്ച്വലി ബാക്ക്വേർഡായ ആളുകൾക്ക് നല്ലൊരു ഗൈഡൻസ് കൊടുത്തിട്ടും ഒരു മോട്ടിവേഷൻ കൊടുത്തിട്ടും അവർ നല്ലൊരു അച്ചീവർ ആവാൻ ഗൈഡൻസ് സഹായിക്കാറുണ്ട്. തിരിച്ചു പറയാം, ഒരു ഗിഫ്റ്റഡ് സ്റ്റുഡൻ്റ് ഉണ്ട്, അതല്ലെങ്കിൽ ഇൻ്റലക്ച്വലി IQ ലെവൽ വളരെ ഉയർന്നു നിൽക്കുന്ന ഒരു കുട്ടിയുണ്ട്. ആ കുട്ടി ഒരിക്കലും നമ്മൾ സപ്രസ് ചെയ്യാതെ ആ കുട്ടിക്ക് പോകാൻ കഴിയുന്ന എല്ലാ സാധ്യതകളെക്കുറിച്ചിട്ടും അവരുമായി നമുക്ക് ഡിസ്കസ് ചെയ്യണം. സോ ഈ ഒരു കാര്യം നമ്മൾ വെച്ച് നോക്കുന്ന സമയത്ത് ഗൈഡൻസ് എന്ന് പറയുന്നത് ഒരിക്കലും ഏതെങ്കിലും ഒരു പെർട്ടിക്കുലർ പ്രശ്നം ഉണ്ടാക്കുന്ന ആളുകൾക്കോ ഏതെങ്കിലും ഒരു പെർട്ടിക്കുലർ ഗ്രൂപ്പിനോ പിയറിനോ വേണ്ടി മാത്രമുള്ളതല്ല. ഗൈഡൻസ് ഈസ് ഫോർ ഓൾ. എല്ലാ ആളുകൾക്കും ഒരു പ്രശ്നം ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും സോഷ്യലി അല്ലെങ്കിൽ പേഴ്സണലി അതല്ലെങ്കിൽ വൊക്കേഷണലി കരിയർ ബേസ്ഡ് ആയിട്ടുള്ള എല്ലാ അർത്ഥത്തിലും നമുക്ക് ഗൈഡൻസ് കൊടുക്കേണ്ടി വരും. സോ ഗൈഡൻസ് ഈസ് കമ്പൾസറി ഫോർ ഓൾ. ആറാമത്തെ പ്രിൻസിപ്പിൾ എന്ന് പറയുന്നത് പ്രിൻസിപ്പിൾ ഓഫ് ഓർഗനൈസ്ഡ് ആക്ടിവിറ്റിയാണ്. അതായത് ഗൈഡൻസ് ഒരിക്കലും എപ്പോഴെങ്കിലും ഇൻസിഡൻ്റലി അല്ലെങ്കിൽ ആക്സിഡൻ്റലി സംഭവിച്ചു പോകുന്നൊരു കാര്യമല്ല. അങ്ങനെ നിങ്ങൾ വിചാരിക്കരുത്. ശരിക്കും പറഞ്ഞാൽ
ശരിയാണ്, ഒരു പ്രശ്നം വരുന്ന സമയത്ത് ഇമ്മീഡിയറ്റ് ആയിട്ട് നമുക്ക് ഗൈഡൻസ് നൽകേണ്ടി വരാറുണ്ട്. അതിനപ്പുറം ഇറ്റ് ഈസ് എ സ്ട്രക്ചേർഡ് ഓർഗനൈസ്ഡ് ആക്ടിവിറ്റി. നമ്മൾ എന്താണ് ആദ്യം ചെയ്യേണ്ടത്, എന്തൊക്കെ ടൂളുകളാണ് നമ്മൾ ഉപയോഗിക്കേണ്ടത്, എന്തൊക്കെ രീതിയിലാണ് ഈ പ്രോബ്ലത്തെ നമ്മൾ അപ്രോച്ച് ചെയ്യേണ്ടത്, ഇതിനെ ആരെയെല്ലാം നമ്മൾ ഇൻവോൾവ് ചെയ്യിക്കണം, ഏത് സമയത്ത് തുടങ്ങണം, ഏത് സമയത്ത് അവസാനിപ്പിക്കണം, കൃത്യമായിട്ടൊരു സീക്വൻഷ്യൽ ഓർഡറിലൂടെ പോകുന്ന ഒരു ആക്ടിവിറ്റി ആയിരിക്കണം ഗൈഡൻസ്. അല്ലാതെ നമ്മൾ എടുത്തു ചാടി നമുക്ക് ഇഷ്ടമുള്ള സമയത്ത് ഒരു കാര്യങ്ങളും പ്രിപ്പയർ ചെയ്യാതെ എന്തെങ്കിലുമൊക്കെ അഡ്വൈസ് കൊടുക്കുന്ന ഒരു രീതിയല്ല ഗൈഡൻസ് എന്ന് പറയുന്നത്. പല ആളുകളും തെറ്റിദ്ധരിച്ചിരിക്കുന്നത് ഇങ്ങനെയാണ്. എപ്പോൾ വേണമെങ്കിലും നമ്മളൊന്നും പ്രിപ്പറേഷൻ ഇല്ലാതെ കൊടുക്കാൻ പറ്റുന്ന സിമ്പിളായ ഒരു ഉപദേശങ്ങൾ മാത്രമാണ് ഗൈഡൻസ് എന്ന് പലരും തെറ്റിദ്ധരിച്ച് വെച്ചിട്ടുണ്ട്. ഈവൻ പാരൻസും ടീച്ചേഴ്സിനൊക്കെ അങ്ങനെ ഒരു വിചാരമുണ്ട്. തെറ്റാണത്. ഇറ്റ് ഈസ് ആൻ ഓർഗനൈസ്ഡ് സ്ട്രക്ചേർഡ് ആക്ടിവിറ്റി. 7th പ്രിൻസിപ്പിൾ എന്ന് പറയുന്നത് പ്രിൻസിപ്പിൾ ഓഫ് പ്രിപ്പറേഷനാണ്. അതായത് ഗൈഡൻസ് കൊടുക്കുന്ന ആൾ, കൗൺസിലർ, കൃത്യമായിട്ട് ഒരു പ്രിപ്പറേഷൻ നടത്തിയതിന് ശേഷം മാത്രമാണ് ഈ ഒരു മേഖലയിലേക്ക് വരാൻ പാടുള്ളൂ. അതായത് അദ്ദേഹത്തിന് നിർബന്ധമായിട്ടും സൈക്കോളജി ഓഫ് ഡെവലപ്മെൻറ്റ് അറിയണം. കുട്ടികളുടെ പല ഡെവലപ്മെൻറ്റൽ ആക്ടിവിറ്റീസും കൃത്യമായിട്ട് അറിഞ്ഞാൽ മാത്രമാണ് അവരുടെ പേഴ്സണൽ ഇഷ്യൂസിൻ്റെ, അതായത് ബിഹൈൻഡ് ദ സീൻ നമ്മൾ പറയല്ലോ, മനസ്സിലാക്കാൻ പറ്റുള്ളൂ. ഒന്നാമത്തെ കാര്യം. അതുപോലത്തെ മെൻ്റൽ ഹൈജീനെ കുറിച്ചിട്ട്, മെൻ്റൽ ഹെൽത്തിനെ കുറിച്ചിട്ട് നല്ല അവയർനെസ് ഉണ്ടാവണം. കൃത്യമായിട്ട് കോഴ്സ് വർക്കൊക്കെ ചെയ്ത ആളായിരിക്കണം ഗൈഡൻസ് കൊടുക്കേണ്ടത്. നമ്മൾ പലപ്പോഴും കണ്ടിട്ടുണ്ടാവുക ഏതെങ്കിലും ടീച്ചേഴ്സ് അവരുടെ ജീവിതാനുഭവങ്ങൾ അല്ലെങ്കിൽ ചിലപ്പം ട്രയൽ ആൻഡ് എറർ ആയിട്ട് പല ആളുകൾക്കും നേരിട്ട അനുഭവങ്ങൾ ഷെയർ ചെയ്യുന്നൊരു പ്രോസസ്സായിട്ട് ഗൈഡൻസ് കാണാറുണ്ട്. നമ്മൾ ആദ്യമേ മനസ്സിലാക്കുക, ഒരിക്കലും ഒരു ഉപദേശം മാത്രം വാരിച്ചൊരിയുന്നൊരു പ്രോഗ്രാം അല്ല ഗൈഡൻസ്. സോ ഇത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ കുട്ടിയുടെ ചൈൽഡ് സൈക്കോളജിയും കാര്യങ്ങളൊക്കെ അറിഞ്ഞുകൊണ്ട് അതിൽ കൃത്യമായിട്ട് ഇൻവോൾവ് ചെയ്യുന്ന ഒരാൾക്ക് മാത്രമാണ് പ്രോപ്പറായിട്ട് ഒരു ഗൈഡൻസ് കൊടുക്കാൻ പറ്റുള്ളൂ. സോ പ്രിപ്പറേഷൻ ഈസ് എ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് പ്രിൻസിപ്പിൾ ഓഫ് ഗൈഡൻസ് ആക്ടിവിറ്റി. 9th പ്രിൻസിപ്പിൾ ഈസ് പ്രിൻസിപ്പിൾ ഓഫ് ഫ്ലെക്സിബിലിറ്റി. നമുക്കറിയാം, പലപ്പോഴും നമ്മൾ ഒരു സമയപരിമിതി മൂലം ഡിസിഷൻസ് അടിച്ചേൽപ്പിക്കാൻ അല്ലെങ്കിൽ ഗൈഡൻസ് പെട്ടെന്ന് തന്നെ അവസാനിപ്പിച്ച് ഒരു ഡിസിഷൻസിലേക്ക് കൊണ്ടുപോകാൻ പലപ്പോഴും ശ്രമിക്കാറുണ്ട്. ഒരിക്കലും ഇത് പാടില്ല. ഇതൊരു ഫ്ലെക്സിബിളായിട്ടുള്ള ആക്ടിവിറ്റിയാണ്. റിജിഡായിട്ട് നമ്മൾ തന്നെ കാണാൻ പാടില്ല. അതായത് ചിലപ്പോൾ ഇത് നമ്മൾ പ്രതീക്ഷിക്കുന്നതിനേക്കാൾ സമയം നീണ്ടുപോകാം, അതിന് ഉദ്ദേശിക്കുന്ന റിസൾട്ട് സമയത്തിനുള്ളിൽ കിട്ടണം എന്നില്ല. കോംപ്ലക്സിറ്റി ഓഫ് ദ പ്രോസസ്സ് ഇടയ്ക്കിടയ്ക്ക് കൂടി വരാം. നമ്മൾ വിചാരിക്കുന്നതിനപ്പുറത്തേക്ക് ചിലപ്പം കുട്ടിക്ക് ഗൈഡൻസ് വേണ്ടി വന്നേക്കാം. സോ അപ്പോഴൊക്കെ തന്നെ നമുക്ക് ഫ്ലെക്സിബിൾ ആവാൻ പറ്റണം. ഒരിക്കലും നമ്മൾ റിജിഡ് ഡിസിഷൻസ് എടുത്തുകൊണ്ട് ഇതിൽ നിന്ന് ഒളിച്ചോടാൻ പാടില്ല. കാരണം ഇൻഡിവിജ്വൽ ഡിഫറൻസ് നമ്മൾ ആദ്യമേ പറഞ്ഞതാണ്. ഇൻഡിവിജ്വൽ ഡിഫറൻസ് എല്ലായിടത്തും ഉണ്ട്. അതുപോലെ കമ്മ്യൂണിറ്റി നീഡ്സ് ഉണ്ട്. നമ്മൾ ഒരു സ്ഥലത്ത് ചെയ്യുന്ന ഒരു ആവശ്യകതയാവില്ല മറ്റൊരു സാഹചര്യത്തിൽ കമ്മ്യൂണിറ്റി ഈ ഒരു സാഹചര്യത്തിൽ ഡിമാൻഡ് ചെയ്യുന്നത്. സോ ഇതെല്ലാം നോക്കിയിട്ട് അപ്പോൾ പോയിൻ്റ് ടു പോയിൻ്റ് അല്ലെങ്കിൽ കേസ് ടു കേസ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റണം, ഫ്ലെക്സിബിൾ ഡിസിഷൻസ് എടുത്തുകൊണ്ട് മുന്നോട്ട് പോകാൻ പറ്റുകയാണെങ്കിലാണ് ഈ ഒരു ഗൈഡൻസ് ആക്ടിവിറ്റിയും എല്ലാ ആളുകളിലും കൃത്യമായിട്ട് നമുക്ക് നല്ല റിസൾട്ട് തരികയുള്ളൂ. ആൻഡ് ദ ലാസ്റ്റ് വൺ, 10th പ്രിൻസിപ്പിളാണ് പ്രിൻസിപ്പിൾ ഓഫ് ഇൻ്റർ റിലേഷൻ. ഈ ഗൈഡൻസ് ആക്ടിവിറ്റി നമ്മൾ പലപ്പോഴും ആദ്യമേ പറഞ്ഞിട്ടുണ്ട്. അതായത് ഇൻഡിവിജ്വൽ ആയിട്ടുള്ള കാര്യങ്ങളുണ്ട്, സോഷ്യൽ ആയിട്ടുള്ള ഇഷ്യൂസ് ഉണ്ട്, വൊക്കേഷണൽ ആയിട്ടുള്ള കാര്യങ്ങളുണ്ട്, കരിയർ റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങളുണ്ട്. ഇതെല്ലാം ഇൻ്റർ റിലേറ്റഡ് ആണ്. പലപ്പോഴും ഒരു കുട്ടിക്ക് താൻ ഉദ്ദേശിക്കുന്ന കോഴ്സിലേക്ക് പോകാൻ പറ്റുന്നില്ല അല്ലെങ്കിൽ പറ്റുന്ന സാഹചര്യം വന്നില്ല എങ്കിൽ പലപ്പോഴും ആ കുട്ടിയിൽ പേഴ്സണലായിട്ടുള്ള ഇഷ്യൂസ് ഉണ്ടാവാറുണ്ട്. ശരിയല്ലേ? സോഷ്യൽ ലെവലിൽ ഉണ്ടാകുന്ന കുട്ടിയുടെ ഫാമിലി ഇഷ്യൂസോ അല്ലെങ്കിൽ ബ്രോക്കൺ ഫാമിലിയിൽ നിന്നൊക്കെ വരുന്ന കുട്ടിയെ നമ്മൾ ഏത് രീതിയിൽ ഗൈഡ് ചെയ്താലും നല്ലൊരു വൊക്കേഷനിലേക്കോ അല്ലെങ്കിൽ കരിയറിലേക്കോ ഒരു പക്ഷെ നമുക്ക് ഗൈഡ് ചെയ്യാൻ പറ്റില്ല. ചില പ്രത്യേക സാഹചര്യങ്ങളിൽ നിന്ന് കമ്മ്യൂണിറ്റിയിൽ നിന്ന് വരുന്ന ആളുകൾക്ക് ചില പ്രത്യേക കോഴ്സുകളിലേക്ക് ഒരിക്കലും പോകാൻ പറ്റില്ല. അതുപോലെ തന്നെ ചില പ്രത്യേക ഭാഗങ്ങളിൽ നിന്ന് വരുന്ന ആളുകൾക്ക് ചില കോഴ്സുകളുമായിട്ടും നല്ലൊരു ഇൻറ്റിമസി ഉണ്ടായിരിക്കും. സോ നമ്മളൊരു ഗൈഡൻസ് കൊടുക്കുന്ന സമയത്ത് ഒരു സ്കൂളിൻ്റെ റെപ്യൂട്ടേഷനോ ഒരു ഇൻസ്റ്റിറ്റ്യൂഷൻ്റെ റെപ്യൂട്ടേഷനോ മാത്രം നോക്കിക്കൊണ്ട് ഗൈഡൻസിലേക്ക് പോവാതെ പല കാര്യങ്ങളും ഇൻ്റർ റിലേറ്റഡ് ആയിട്ട് ഒരു അപ്രോച്ച് നിങ്ങൾ എടുക്കുക വഴി നല്ല രീതിയിൽ നമുക്ക് കുട്ടികളെ ഗൈഡ് ചെയ്യാൻ പറ്റും. സോ ഇത്തരത്തിലുള്ള 10 പ്രിൻസിപ്പിൾസ് നമ്മൾ കൃത്യമായിട്ട് പാലിക്കുകയാണെന്നുണ്ടെങ്കിൽ ഗൈഡൻസ് ആക്ടിവിറ്റി ആ ഒരു ഗൈഡൻസ് സീക്കറെ സംബന്ധിച്ച് ഒരു ലൈഫ് ചേഞ്ചിങ് സിറ്റുവേഷൻ ആയിരിക്കും. നമ്മൾ ഇത്തരത്തിലുള്ള കാര്യം സീരിയസ് ആയിട്ട് എടുക്കുകയും ഒരിക്കലും ഒരു പേഴ്സണൽ ബയാസിങ് അല്ലാതെ നല്ലൊരു ഔട്ട്പുട്ട് മാത്രം മുന്നിൽ കണ്ടുകൊണ്ട് നിങ്ങൾ പ്രവർത്തിക്കുകയാണെങ്കിൽ മനസ്സിലാക്കുക, നിങ്ങൾ മോൾഡ് ചെയ്യുന്നത് ഓരോ വ്യക്തിയെയുമാണ്. ആ ഓരോ വ്യക്തിയും ഒരു സൊസൈറ്റി ആയിട്ട് മാറി ആ ഒരു നാഷൻ്റെ അസറ്റായിട്ട് മാറുള്ള ആളുകളാണ്. ഇത്തരത്തിലൊരു വിവരം നിങ്ങൾ നിങ്ങളുടെ റിലേറ്റഡ് ആയിട്ടുള്ള ആളുകളിലേക്ക് എത്തിക്കാൻ മാക്സിമം ശ്രമിക്കുക. ഈ വീഡിയോ നിങ്ങൾക്ക് വെറുതാണ് തോന്നുകയാണെങ്കിൽ മാക്സിമം ടീച്ചേഴ്സിലേക്കും ഗൈഡൻസ് ആക്ടിവിറ്റീസ് താല്പര്യമുള്ള പാരൻസിലേക്കും മാക്സിമം ആളുകളിലേക്ക് ഇത് എത്തിക്കുക. ഏതെങ്കിലും തരത്തിലുള്ള സപ്പോർട്ട് വേണമെന്നുണ്ടെങ്കിൽ താഴെ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യാം. മറ്റൊരു ഇൻഫോർമേറ്റീവ് വീഡിയോ ആയിട്ട് വീണ്ടും വരാം. അതുവരേക്കും നന്ദി, നമസ്കാരം.